അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മലപ്പുറം സ്വദേശികളായ 3 കുട്ടികളുടെ മൃതദേഹം UAE-യിൽ കബറടക്കും. എന്നാൽ കുട്ടികൾക്കൊപ്പം അപകടത്തിൽ മരണമടഞ്ഞ മലപ്പുറം ചമ്രവട്ടം സ്വദേശി ബുഷ്രയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് കബറടക്കാനാണ് തീരുമാനം. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. അബ്ദുൽ ലത്തീഫിൻ്റെയും റുക്സാനയുടെയും മക്കൾ, ചെറിയ മക്കൾ, പിന്നെ അവരുടെ വീട്ടുവേലക്കാരി ബുഷറ അബുദാബിയിലെ വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. മലപ്പുറം കിഴിശ്ശേരി പുളിയക്കോട് അബ്ദുൽ ലത്തീഫ്, റുക്സാന ഇവരുടെ മക്കളാണ്. അഷീസ് എന്ന് പേരുള്ള ഒരു 14 വയസ്സുള്ള കുട്ടി, അമ്മാർ എന്നുള്ളൊരു 12 വയസ്സുകാരൻ, അയാഷ് എന്നൊരു 5 വയസ്സുള്ള കുട്ടി, പിന്നെ ഇവരുടെ വേലക്കാരി മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് തിരൂർ ചമ്രവട്ടത്തുള്ള ബുഷറ എന്നൊരു 50 വയസ്സുള്ള ആൾ ഉൾപ്പെടെ അപകടത്തിൽ മരണപ്പെട്ടത്. ഇവര് ദുബായിലാണ് താമസം. ഇവരൊക്കെ അവിടെ സെറ്റിലാണ്. ഇപ്പോൾ ദുബായിൽ നിന്ന് അവിടെ എന്തോ ഒരു ഷോ നടക്കുന്നുണ്ട്, ആ അബുദാബിയിൽ നടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഇവർ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്നതിനിടയിലാണ് ഇവരുടെ വാഹനം ഇവരുടെ കാറ് അപകടത്തിൽപ്പെടുന്നത്. ആ അപകടത്തിലാണ് മക്കളും അതിദാരുണമായിട്ട് മരണപ്പെട്ടത്. ഉമ്മയും ഉപ്പക്കും അത്ര വലിയ സാരമായിട്ട് പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയൊരു വിവരം. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഈ ഒരു കുടുംബത്തെയൊക്കെ അറിയാവുന്ന ആളുകളായിരിക്കാം. നമ്മളെല്ലാവരും ദുആ ചെയ്യുക. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരനായാലും സഹോദരിയായാലും ഭർത്താവായിട്ടും ഉമ്മയായിട്ടും പലരുമായിട്ടും ഗൾഫിലുണ്ട്. എന്ത് കാരണമാണ് അപകടത്തിന്? ഓവർ സ്പീഡാണോ, ഉറക്കത്തിൽ പെട്ടുപോയതാണോ, അതൊന്നും അറിഞ്ഞൂടാ. വളരെ സന്തോഷമായിട്ട് കുടുംബം ഒന്നിച്ചിട്ട് ഒരു ഷോ കാണാൻ പോകുന്നു. ആ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഫോണിൽ മക്കളുടെ ഫോട്ടോസുകളും വീഡിയോസുകളും മാത്രം എടുത്തിട്ട് സന്തോഷമായിട്ട് വരുന്ന മക്കളാണ്. ആ സന്തോഷത്തിൻ്റെ വരവാണ് ഇങ്ങനൊരു അപകടത്തെ എല്ലാം അവസാനിച്ച് 5 മക്കളാണ് ഇവർക്കുള്ളത്. പിന്നെ ഇവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ബുഷറ എന്ന് പേരുള്ള ആ ഒരു 50 വയസ്സുള്ള സ്ത്രീയും മരണപ്പെട്ടു. അവരുടെ മയ്യത്ത് ഇങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി മരണപ്പെട്ട ഈ ഒരു കുടുംബത്തിലെ കുട്ടികളെയും അവിടെ UAE-യിൽ തന്നെ കബറടക്കാനാണ് ഒരുക്കങ്ങളൊക്കെ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. പരിക്കോടുകൂടി കിടക്കുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ആ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മനസ്സിൽ കൂടെ സഞ്ചരിച്ചു. നമുക്ക് എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും അസുഖം പറ്റുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക എന്നറിയാം. പടച്ചോനെ ആ അസുഖം എനിക്ക് തന്നാളാ, അല്ലെങ്കിൽ ഞാൻ സഹിച്ചോളാം, മക്കൾ സുരക്ഷിതനാവട്ടെ. മക്കൾക്ക് എന്തെങ്കിലും പറ്റുന്നത്, മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾക്ക് എന്തെങ്കിലും അപകടം പറ്റുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാനത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ആർക്കെങ്കിലും അവരെ കുറിച്ചിട്ട് അവർ താമസിക്കുന്നത് മലപ്പുറം കിഴിശ്ശേരി ഭാഗത്താണ് അവർ താമസിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഇനി കൂടുതൽ കറക്റ്റ് പ്രോപ്പർ പ്ലേസ് അറിയാവുന്ന ആളുകളും താഴെ കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞ ദിവസമാണ് സൗദിയിൽ താമസിക്കുന്ന അബ്ദുൽ ജലീലും കുടുംബവും ഇതുപോലെ ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോയി ഉംറക്ക് കൊണ്ടുപോയിട്ട് അവരവിടെ ഗൾഫിൽ അവിടെ സൗദിയിൽ സെറ്റിലായിട്ട് താമസിക്കുന്ന കുടുംബമാണ്. കഴിഞ്ഞ ദിവസം നാട്ടിലൊക്കെ വന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ വന്ന് ഉമ്മാനായിട്ട് പോയതാ. അങ്ങനെ ഉമ്മാനെ ഉംറക്ക് കൊണ്ടുപോയിട്ട് ഉംറയും കഴിഞ്ഞിട്ട് മദീനയ്ക്ക് പോകുമ്പോഴാണ് ആ ഒരു അപകടത്തിൽ 4 പേരാ മരണപ്പെട്ടത്. ആ ഉമ്മയും മരിച്ചു, ആ മോനും മരിച്ചു, അദ്ദേഹത്തിൻ്റെ ചെറിയ കുട്ടിയും മരിച്ചു, ഭാര്യയും മരിച്ചു. അങ്ങനെ 4 ആളുകൾ മരണപ്പെട്ടു. അതിൻ്റെ നടുക്കം വിട്ടുമാറും മുൻപാണ് മലയാളികൾ അബുദാബിയിൽ മരണപ്പെടുന്നത്. ഗൾഫിൽ ആർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് അവനവൻ്റെ കുടുംബത്തിൽ വന്നൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഗൾഫുമായിട്ട് ബന്ധമില്ലാത്തൊരു ആളുണ്ടാവില്ല. സഹോദരനായിട്ടോ സഹോദരിയായിട്ടോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലരുടെയും കുടുംബങ്ങളിൽ ഒരു പ്രവാസി ഉണ്ടാവുമല്ലോ. ഒരു പ്രവാസിക്ക് അപകടം പറ്റുമ്പോൾ നമുക്കതൊരു വലിയ വേദനയാണ്. ആ കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഒരു ഫെസ്റ്റിവലിനൊക്കെ പോയി അതിൻ്റെ സന്തോഷ മൂഡിൽ ആ ഒരു വൈബിൽ വരുന്നൊരു കുടുംബം. പക്ഷെ അവരറിഞ്ഞിട്ടുണ്ടാവില്ല അടുത്ത നിമിഷം ആ മക്കൾ കളിച്ചിരികളോടുകൂടി നടന്നിരുന്ന മക്കൾ, പാപ്പാനോടും ഉമ്മാനോടും സന്തോഷങ്ങൾ പങ്കിട്ട മക്കൾ, അവിടെയുള്ള ഓരോ കാഴ്ചകളും മൊബൈൽ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സന്തോഷപൂർവ്വം മത്സരിച്ച ആ മക്കൾ അടുത്ത നിമിഷം ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ള വിവരം നമുക്ക് മുൻകൂട്ടിയിട്ടൊന്നും അറിയില്ലല്ലോ. എന്തായാലും ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും വിസാൽ മീഡിയ കാണുന്ന കുടുംബങ്ങളൊക്കെ ആ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ മരണം എവിടെ എങ്ങനെയെന്നൊന്നും പറയാൻ കഴിയില്ല. മരണപ്പെടാൻ വാഹനാപകടം തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇടക്കരന്ന് ഞാൻ മാതൃഭൂമിയിൽ വായിച്ചൊരു വാർത്തയാണ്. റിഫാദിയ എന്ന് പേരുള്ള 19 വയസ്സുള്ള ഒരു മകള് വീട്ടിൽ ഉമ്മാനോട് കസേരയിലൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ കുഴഞ്ഞങ്ങോട്ട് വീഴും. 19 വയസ്സേ പ്രായമുള്ളൂ. എടക്കര ഭാഗത്ത് വീഡിയോ കാണുന്നവർക്ക് ഒരു പക്ഷെ അറിയുന്നുണ്ടായിരിക്കാം. വണ്ടി ഇടിച്ചിട്ടാണോ, സ്പീഡിൽ പോയിട്ടാണോ, പടച്ച റബ്ബിൻ്റെ കഥ എവിടെയാണോ അതെത്തിക്കഴിഞ്ഞാൽ ഇരുന്ന് ഇരിപ്പിലാണെങ്കിലും കിടന്ന കിടപ്പിലാണെങ്കിലും വാഹനം ഓടിക്കുകയാണെങ്കിലും സമയം എത്തിക്കഴിഞ്ഞാൽ മരിക്കും. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? ഈമാനോട് കൂടി മരണപ്പെടാൻ വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ റിഫാദിയെ ഞാൻ അങ്ങനെ ആലോചിച്ച റബ്ബേ, 19 വയസ്സുള്ള ഒരു പെൺകുട്ടി
പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് കുഴഞ്ഞ് വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എടക്കരയിലാണ് റിഫാദിയുടെ ഒരു വീട്. അള്ളാഹു പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ നന്നായിട്ട് ദുആ ചെയ്യുക. ദുആക്ക് വലിയൊരു ഇജാബത്തുണ്ട്. നമ്മൾ എൻ്റെ ഗുരുനാഥനെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ദുആക്ക് ഏറ്റവും ഇജാബത്തുള്ളൊരു സമയം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴുകുന്നതിന് മുൻപ് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവെ സ്വീകരിക്കും. അത്ര ഏറ്റവും കൂടുതൽ മറന്നു പോകുന്ന, ദുആ ചെയ്യാൻ നമ്മൾ വിട്ടുപോകുന്ന ഒരു സമയമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട്. അത് നീക്കണതിന് മുൻപ്, അല്ലെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് കൈയൊക്കെ കഴുകി സുഖമായി വന്നിരുന്ന് സോഫയിൽ കിടക്കണ ആ ദുആ അല്ല. നമ്മുടെ നിത്യ ലൈഫിൽ നമ്മൾ തീരെ ദുആ ചെയ്യാത്തൊരു സമയം ആ സമയം. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ള ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ ഉടനെ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു വാക്കിന് വലിയ പുണ്യമുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു ചെറിയൊരു ചരിത്ര സംഭവം പറയാം. ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, ഇമാം മുഹ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു വലിയ സൂഫി ഗുരുവാണ്. വലിയ സൂഫി ഗുരു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തോളം എത്തുന്ന ഒരാൾ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് സമകാലികരായ മതപണ്ഡിതർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജ്ഞാനങ്ങളും സൂഫി ജ്ഞാനങ്ങളൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തെ കാഫിറാക്കി. അദ്ദേഹം കള്ള സൂഫിയാണെന്ന് പറഞ്ഞു, വ്യാജനാണെന്ന് പറഞ്ഞു. ഇങ്ങനെ അദ്ദേഹത്തിന് കേൾക്കാത്ത ചീത്തയില്ല. അപ്പം അദ്ദേഹത്തിന് അന്നത്തെ കാലത്തൊരു വലിയ മതപണ്ഡിതൻ, എല്ലാവരും ആദരിക്കുന്ന ഒരു മതപണ്ഡിതൻ 5 നേരം നമസ്കാരം കഴിയുമ്പോഴും ഇബ്നു അറബി കള്ളനാണ്, ഇബ്നു അറബിക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അത്രയും മതവിരുദ്ധനായിട്ടാണ് മതപണ്ഡിതന്മാർ ആര് ചിത്രീകരിച്ചിരുന്നത്? ഇബ്നു അറബി റളിയല്ലാഹു അൻഹു എന്ന വലിയ സൂഫി ഗുരുവിനെ. അപ്പോൾ ആളുകളൊക്കെ ആമീൻ പറയും. അങ്ങനെ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നും കാര്യമാക്കണ്ട, അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിലെ ദുഷ്ടചിന്തകളാണ് പറയുന്നത്, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്നൊരു പ്രതികരണമായിരുന്നു. അല്ലാതെ അതിന് തിരിച്ച് അതേപോലെ പ്രതികരിക്കാറില്ല. പല ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അങ്ങനെ കഴിഞ്ഞു. ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾക്ക് എതിർപ്പും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം മതവിരുദ്ധനായിട്ടാണ്. ഒരാൾ മൊയ്യേരി പ്രസംഗിച്ചാൽ പിന്നെ ആളെ മതവിരുദ്ധനാക്കാൻ, കള്ളസൂഫിയാക്കാൻ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഈ മതപണ്ഡിതൻ ഒരു ദിവസം മരണപ്പെട്ടു. ഒരു ദിവസം മരണപ്പെട്ടപ്പോൾ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു അവിടെ വന്നു. ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ആ മരണ വീട്ടിൽ വന്നിട്ട് വല്ലാത്ത സങ്കടം. ആ മതപണ്ഡിതൻ മരണപ്പെട്ടതിൽ വലിയ സങ്കടം. ആളുകൾക്ക് ഭയങ്കര കൗതുകമായി. കാരണം നല്ലൊരു കാലത്തും ജീവിച്ചിരിക്കുമ്പോൾ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനെ അതിരൂക്ഷമായ ഭാഷയിൽ തെറി പറയുന്ന, വിമർശിക്കുന്ന, എന്തിന് ശാപപ്രാർത്ഥന വരെ നടത്തുന്ന ഈ മതപണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു സങ്കടത്തോട് വന്ന് കണ്ണീരോടുകൂടി ഇരിക്കുകയാണ്. എന്നിട്ടൊരു ഭക്ഷണം പോലും പിന്നെ അദ്ദേഹം കഴിക്കുന്നില്ല. അങ്ങനെ 4 ദിവസമാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരുന്നത്. ആളുകൾക്ക് കൗതുകമായി. അങ്ങനെ മരണപ്പെട്ട മതപണ്ഡിതന്റെ ബന്ധുക്കൾ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു മരണാനന്തരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഭക്ഷണ വിതരണത്തിന് അന്ന് ക്ഷണിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചപ്പോൾ പോലും ആ ഭക്ഷണ തളികയുടെ മുന്നിൽ ഇരുന്നിട്ട് പോലും സങ്കടത്തോടു കൂടി കരയാൻ. കുറച്ചു നേരം അങ്ങനെ ഇരുന്നിട്ട് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അനുയായികൾ ചോദിച്ചു, അങ്ങ് 4 ദിവസമായിട്ടൊരു തുള്ളി വെള്ളം പോലും കഴിച്ചിട്ടില്ല. ഭയങ്കര കരച്ചിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു. ഇതാ ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പം അങ്ങത് വളരെ ഹാപ്പിയാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയുണ്ട്. എന്നെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിരുന്ന, തെറി പറഞ്ഞിരുന്ന, ലഅനത്ത് ചൊല്ലിയിരുന്ന, ശപിച്ചിരുന്ന ആ മതപണ്ഡിതനോട് അള്ളാഹുവിന് വലിയ കോപമായിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അദ്ദേഹം മരണപ്പെട്ട പടച്ച റബ്ബേ, എന്നെ കഥയില്ലാതെയാണ് ആ മനുഷ്യനെ വിമർശിച്ചത്. ആ മനുഷ്യന് പുറത്തു കൊടുത്തിട്ടല്ലാതെ ഞാനൊരു തുള്ളി വെള്ളം പോലും കഴിക്കൂല എന്ന് ഞാൻ ശപഥം ചെയ്തതാണ്. അങ്ങനെ 4-ാമത്തെ ദിവസം കഴിഞ്ഞു. 5-ാമത്തെ ദിവസം ഹബീബായ റസൂലുള്ളാഹി വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇബ്നു അറബിയോട്, ആ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനിരുന്നു. നോക്ക്, തന്നെ വിമർശിച്ച, കളിയാക്കിയ, വേദനിപ്പിച്ച മനുഷ്യനോട് പോലും ഒരു സൂഫിയുടെ മനസ്സിലുള്ളത് എന്താണ്? കാരുണ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ മരണം എവിടെ എങ്ങനെയെന്നൊന്നും നമുക്ക് നിശ്ചയമില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സൂഫി കഥ, ഈ ഒരു ചരിത്ര കഥ എത്ര പേര് മുമ്പ് കേട്ട ആളുകളുണ്ട് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പം ഇൻഷാ അല്ലാഹ് ഈ കുടുംബത്തിൻ്റെ ഒരു വേദനയോടൊപ്പം നമ്മൾ നിൽക്കണം. നമ്മളെല്ലാവരും 5 നേര നമസ്കാരത്തിലൊക്കെ കഴിയാവുന്ന പരമാവധി ആളുകൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യം അതാണ്, പ്രാർത്ഥനയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. പല ആളുകളും തെറ്റായ ആൻസറാണ് എഴുതിയിരുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇസ്റാവും മിഅ്റാജും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇസ്റാവും മിഅ്റാജും റജബ് മാസത്തിലെ ഏത് ഡേറ്റിനാണ് സംഭവിച്ചത് എന്നുള്ളതാണ് പൊതുവേ ചരിത്രകാരന്മാർ പറയുന്നതെങ്കിൽ അത് ഏതാണെന്നതാണ് ചോദ്യം. അതായത് ഇസ്റാവും മിഅ്റാജും റജബ് ഏത് ദിവസത്തിലാണ് സംഭവിച്ചതെന്നാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.